കനത്ത മഴയിലും ശബരീശ ദർശന സൗഭാഗ്യം തേടി ശബരിമലയിലേക്ക് ഭക്തജന പ്രവാഹം 19,827 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. സന്നിധാനത്ത് 3 ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശമനമില്ല. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പമ്പാ സ്നാനത്തിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം തുടരുകയാണ്. പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നടയടയ്ക്കും. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 20,000-ന് മുകളിൽ ഭക്തജനങ്ങളാണ് കഴിഞ്ഞ 3 ദിവസമായി അയ്യപ്പ ദർശനത്തിനെത്തിയത്. മലയാളികൾ ഒപ്പം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ തുല്യമായി തന്നെ എത്തുന്ന ദിവസങ്ങളാണിത്. കുഞ്ഞയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങൾ എല്ലാം കൂടുതലായി ഈ ചിങ്ങമാസ പൂജ നാളുകളിൽ ശബരീശ ദർശനത്തിനായി എത്തുന്നു. മഴയുള്ള കാലാവസ്ഥയാണ്. രാവിലെ കുറച്ച് സമയം മാത്രമാണ് മഴ മാറി നിന്നത്. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന മഴയ്ക്ക് മാറ്റമില്ലാത്ത കാലാവസ്ഥാ വിശേഷം തന്നെയാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. തണുത്ത പ്രഭാതമാണ്. മഴയും മഞ്ഞുമെല്ലാമുള്ള ആ തണുത്ത പ്രഭാതത്തിൽ ശബരീശ ദർശനത്തിന് വേണ്ടി മല കയറിയെത്തുന്ന ഭക്തരുടെ ഭക്തി നിർഭരമായ കാഴ്ച. കാലാവസ്ഥ പ്രതികൂലമായാലും മഴയായാലും മഞ്ഞായാലും തണുപ്പായാലും ഒന്നും അത് അയ്യപ്പ ദർശനത്തിന് തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. കുഞ്ഞ് അയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങൾ ചിങ്ങമാസ പൂജാ നാളുകളിൽ മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും എല്ലാം കൈപിടിച്ച് കൂടുതലായി എത്തുന്ന കാഴ്ചയും സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ പമ്പാ സ്നാനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരുകയാണ്. നട തുറന്ന ദിവസം മുതൽ പമ്പാ സ്നാനത്തിന് നിയന്ത്രണമുണ്ട്. പമ്പയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് ഭക്തജനങ്ങൾക്ക്. പമ്പയിൽ നീരൊഴുക്ക് ശക്തമാണ്. പമ്പയുടെ വൃഷ്ടി പ്രദേശങ്ങളിലും മഴ ശക്തമായതുകൊണ്ട് തന്നെ മണിക്കൂറിൽ പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പമ്പയുടെ തീരങ്ങളിൽ ഉള്ള ഭക്തജനങ്ങൾ, തമ്പടിക്കുന്ന ഭക്തജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന ഓർമ്മപ്പെടുത്തലും ഈ ഒരു സമയമുണ്ട്. ഒപ്പം മല കയറിയെത്തുന്ന ഭക്തജനങ്ങളും മല ഇറങ്ങുന്ന ഭക്തജനങ്ങളും ജാഗ്രതയോടുകൂടി എത്തേണ്ടതുണ്ട്. പലയിടത്തും വഴുക്കലുണ്ട്, തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി വേണം ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ദർശനത്തിനെത്താനും തിരികെ മടങ്ങാനും. ശബരിമല പാതയിലും കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം മഴയുണ്ടായിരുന്നു. യാത്രയിലുള്ള ഭക്തജനങ്ങളും ജാഗ്രതയോടുകൂടി ഇക്കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെട്ട 3 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തിരക്കിൽ നേരിയ കുറവുള്ളത്. രാവിലെ തിരക്കിൽ കുറവുണ്ട്, വലിയ തിരക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തിരക്കിൽ കുറവുണ്ട്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെ പുലർക്കാലങ്ങളിൽ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, മാറ്റമുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ പകുതിയിലധികം ഭാഗവും ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് രാവിലെ കാണുന്നത്. സോപാനത്തോട് ചേർന്ന ഫ്ലൈ ഓവർ ഇറങ്ങുന്ന ഭാഗത്താണ് ഭക്തജനങ്ങളുടെ തിരക്ക് ഈ ദിവസം, ഈ പുലർക്കാലത്ത് ഉള്ളത്. നടപ്പന്തലിലും സമാനമായി തന്നെ തിരക്ക് കുറഞ്ഞ കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്കിൽ കുറവുള്ള ദിവസമായി ഇന്ന് മാറുകയാണ്. 21 തീയതി രാത്രി 10 മണിക്കാണ് ഹരിവരാസനം പാടി ചിങ്ങമാസ പൂജകൾക്ക് പൂർത്തിയാക്കി നടയടയ്ക്കുക. വീണ്ടും ആഴ്ചകൾക്കപ്പുറം സെപ്റ്റംബർ 3 തീയതി ഓണം പൂജകൾക്ക് വേണ്ടി നട തുറക്കും. പൊന്നോണത്തിൻ്റെ നാളുകളാണ് വരുന്നത്. ചിങ്ങമാസത്തിലെ നല്ല നാളുകൾ, പൊന്നോണ നാളുകൾ മലയാളികൾ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി വരവേൽക്കുന്നതിൻ്റെ കാഴ്ചകൾ ആ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി സന്നിധാനത്ത് നിന്ന് കാണാനും കഴിഞ്ഞത്. എന്തായാലും തണുത്ത പ്രഭാതം, നല്ല തണുപ്പുള്ള കാലാവസ്ഥ. ആ കാലാവസ്ഥയിലും കഴിഞ്ഞ 3 ദിവസമായി ഭക്തജനങ്ങൾ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലൊന്നും അതൊന്നും അയ്യപ്പ ദർശനത്തിന് തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ടെത്തുന്ന ഭക്തജനങ്ങളുടെ ഭക്തി നിർഭരമായ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയ് നായർക്കൊപ്പം മിഥുൻ മുരളി. പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിലേക്ക് ആയിരക്കണക്കിന് ഭക്തർ എത്തുകയാണ്. ഈ മാസം 21 രാത്രി 10 മണിക്ക് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും. മിഥുൻ മുരളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടാണ് കണ്ടത്.